റോയ്ച്ചൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ പെണ്ണ് സുന്ദരിയാന്നാ തോന്നുന്നേ. സൗന്ദര്യത്തിനെ പറ്റിയിട്ടുള്ള റോയ്ച്ചന്റെ വർണ്ണന അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്താ ഇന്നാള് റോയ്ച്ചൻ സാജനോട് പറയല്ലേ താനാള് ഗ്ലാമറാന്ന്. അതിന് സാജൻ എന്താ കുഴപ്പം? സാജൻ അത്രയും ഗ്ലാമർ ഒന്നുമല്ല. എന്നാര് പറഞ്ഞു? അതെ, ഈ ഗ്ലാമറിനെ കുറിച്ചും ഫിസിക്കിനെ കുറിച്ചും നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അത് ചിലപ്പോ ശരിയായിരിക്കും, പക്ഷെ അവൻ അത്ര ഗ്ലാമറാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ തോന്നലെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. എന്റെ തീരുമാനം തെറ്റണമൊന്നുമില്ലല്ലോ. എന്ത് തീരുമാനം? ഈ സൗന്ദര്യത്തിന്റെ കാര്യം. എടാ, എന്തിനാ നമ്മൾ സാജന്റെ കാര്യം പറഞ്ഞ് വഴക്കിടുന്നത്? സാജൻ ഗ്ലാമർ അല്ലെങ്കിൽ അല്ല പോരെ? ആഹാ, അങ്ങനെ വഴിക്ക് വാ. പെണ്ണിനെ ഇണങ്ങാനും അറിയാല്ലേ. നിന്റെ മുമ്പിലല്ലേ ഞാൻ തോറ്റുതരുന്നത്, വേറെ ആരുടെ മുമ്പിലല്ലോ. ഓ, ഇതൊക്കെ കാണാനും കേൾക്കാനും എന്റെ സാറാമ്മ ഇവിടെ ഇല്ലാതെ പോയല്ലോ. എങ്ങനെ എന്റെ സാറാമയോ? അങ്ങനൊന്നും വേണ്ട. എന്താടി ഇത്? കെട്ടിയെടുത്ത് പോയവളെയും കുറിച്ച് പറയാൻ പറ്റൂലേ? അത് വേണ്ട, നീ തൽക്കാലത്തേക്ക് എന്നെ കുറിച്ച് മാത്രം പറഞ്ഞാ മതി. അതൊക്കെ പോട്ടെ, നമുക്ക് റോയ്ച്ചനിലേക്ക് വരാം. ആ തെണ്ടി ടോണി റോയ്ച്ചന്റെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്ന വെല്ലുവിളിച്ചിട്ടാ പോയെ. നമുക്ക് അവന്റെ സഹായം ഇല്ലാണ്ടല്ല അവളെ കണ്ടെത്തണം. അത് ശരിയാ, എങ്ങനെയെങ്കിലും നമുക്ക് അവളൊന്ന് കണ്ടെത്തണം. പക്ഷെ എങ്ങനെ? ആ രണ്ടുപേരും ഭയങ്കര ആലോചനയിലാണല്ലോ. അതെ, എന്താ ആലോചന വല്ലതും ഷെയർ ചെയ്യണ്ടോ? ആ ഉണ്ട്. റോയിച്ച് എൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ആലോചന. എന്താ ഷെയർ ചെയ്യട്ടെ? വേണ്ട, നീ അത് ഫേസ്ബുക്കിൽ എങ്ങാണ്ടെ കൊണ്ട് ഷെയർ ചെയ്യേ. ഞങ്ങൾക്കറിയാം എങ്ങനെ ആലോചിക്കണ്ടേന്ന്. അതെ, നീ ഏതായാലും പറഞ്ഞു തരില്ലല്ലോ. നിന്റെ സഹായം ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇല്ല, നിങ്ങൾക്കതിന് പറ്റില്ല. പറ്റില്ല. ഞങ്ങളത് പറ്റിച്ച് കാണിക്കും. എന്നാലേ ആദ്യം പൊട്ടനും പൊട്ടി ഒരു കാര്യം മനസ്സിലാക്കും. അവളെ റോയിച്ചിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞിട്ടാ അവള് റോയിച്ചിനെ പല സ്ഥലത്ത് വെച്ചും കാണുന്നത്. അവളെ നിങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. എങ്ങനെ വിശദമാക്കാം. റോയിച്ചിന്റെ എക്സ് വൈഫിന്റെ കല്യാണം ഏതാണ്ട് ഉറച്ചു വന്നപ്പോൾ പപ്പയും അമ്മയും സ്റ്റേറ്റ്സിലുള്ളൊരു പെൺകുട്ടിയെ റോയിച്ചിന് വേണ്ടി ആലോചിച്ചു. അപ്പോൾ ഇയാൾക്ക് മോട. പപ്പയും അമ്മയും ആ ജോലി എന്നെ ഏൽപ്പിച്ചു. നീയാള് കൊള്ളാലോ. മുഴുവൻ കേക്ക്. ഞാൻ പറഞ്ഞു റോയിച്ചന്റെ പെണ്ണിനെ എനിക്കൂടി ഇഷ്ടപ്പെടണോ. എനിക്കൂടി ഇഷ്ടപ്പെട്ട ഞാൻ എന്റെ രീതിയിൽ മുന്നോട്ട് പോയി കാര്യങ്ങൾ സമ്മതിപ്പിക്കും. അതിലാരോടുണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, ഞാൻ അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ എന്റെ പ്ലാനിങ് അനുസരിച്ചായിരുന്നല്ലോ കളി. റോയിച്ചൻ അവളെ മീറ്റിംഗിൽ വെച്ച് കണ്ടതും പുറത്ത് വെച്ച് കണ്ടതും ഒക്കെ എന്റെ പ്ലാനിങ് അനുസരിച്ചായിരുന്നല്ലോ. സമ്മതിച്ചു. ഇപ്പോ റോയിച്ചൻ അവളെ കണ്ടുപിടിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാൽ നിൽക്കും. നാളെ അവളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് റോയിച്ചിനെ മാറ്റിയെടുക്കും. അതിന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായേ പറ്റും. അല്ല, ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും നിങ്ങളോട് ഉണ്ടാവണം. നമ്മൾ റോയിച്ചിന്റെ കാര്യമില്ലടാ, നമ്മൾ ഉണ്ടാവാണ്ടിരിക്കോ? അല്ല, അവസാനം എല്ലാറ്റിനും ഞങ്ങൾ കൂടെ നിന്നിട്ട് ക്രെഡിറ്റ് നീ ഒറ്റയ്ക്ക് തട്ടിയെടുക്കുവോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഷെയർ ഞാൻ കൃത്യമായിട്ട് തന്നിരിക്കും. അപ്പൊ ആളെ ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. നാളെ തന്നെ കാണാല്ലേ? ഈടാ, ഈ മാച്ചിന്റെ ക്യാപ്റ്റനെ ഞാനാ. ഞാൻ തീരുമാനിക്കും എപ്പോ കാണണമെന്ന്. നിങ്ങൾ പരിചയപ്പെടാറായിട്ടില്ല. എന്നാലും നീ അത് ഞങ്ങളോട് മറച്ചു വെച്ചല്ലോ. ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ഒരു രസാ. അതെ, ശരിക്കും ഒരു രസാ. പിന്നാലെ നടന്ന് അവര് നമ്മളെ ഈ കോഫി ഷോപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ നന്നായി നോക്കുന്നു. അവര് നമ്മുടെ ഈ കോഫി ഷോപ്പ് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെയുള്ള നമ്മൾ അവരോട് അവൻ അത്രയ്ക്ക് ഗ്ലാമറൊന്നുമല്ല. നിന്റെ തീരുമാനം അവൻ അത്രയ്ക്ക് ഗ്ലാമറൊന്നുമല്ല.
നിന്റെ തോന്നലെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തീരുമാനം ശരിയാ. ഇനി ഇവിടെ നിന്ന് നീ എന്തേന്ന് കൊള്ളും. ഞാൻ പറയാം